സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വാഭാവികമായി ഇയാള് ഈ മൗലിദിൽ അവിടെ തെറ്റി, ഇവിടെ തെറ്റി, ഇവിടെ അപാകത, അവിടെ പ്രശ്നങ്ങൾ, അവിടെ കള്ളക്കഥ എന്ന് പറയുമ്പോ സ്വാഭാവികമായി മനുഷ്യന്മാരായി ചൊല്ലിയ മനുഷ്യന്മാരെ മനസ്സ് ബേജാറാവും. ഇപ്പൊ തന്നെ ബേജാറാണല്ലോ പല ആൾക്കാരും മനസ്സ്. പടച്ചോനെ, എന്റെ പേരിൽ അത്ര വക ഉണ്ടല്ലോ, ഇയാളെ പേരിൽ ഇത്ര ഉണ്ടല്ലോ, അവിടെ ഇത്ര വക ഉണ്ടല്ലോ, ഇതിപ്പോ ഇന്ന് പോരുമ്പോ വരെ ഇന്ന ആള് ചൊല്ലുണ്ടല്ലോ, ഉമ്മ ചൊല്ലുണ്ടല്ലോ, ഉപ്പ ചൊല്ലുണ്ടല്ലോ, വെല്ലിമ്മ ചൊല്ലുണ്ടല്ലോ, വെല്ലിപ്പ ചൊല്ലുണ്ടല്ലോ, കുടുംബക്കാർ പലരും ചൊല്ലുണ്ടല്ലോ. തെറ്റാണെന്നാണല്ലോ അലവി സഖാഫി പറഞ്ഞത്. ചിന്തിക്കുണ്ടാവൂലേ? അതെ, ആ നിലക്കുള്ളൊരു ബേജാറിന്റെ ചോദ്യം സത്യത്തിൽ അന്ന് ആ ചർച്ചയിൽ വന്നു. ഒരു സുഹൃത്ത്, ഐക്യവേദിയിൽ പ്രവർത്തനപ്പെട്ട ഒരു സുഹൃത്ത് ചോദിച്ചു, എന്റെ വെല്ലിമ്മ 90 വയസ്സായ എന്റെ വെല്ലിമ്മ, ആ വെല്ലിമ്മ മുസ്ലിയാരെ, ഇതാ എന്റെ വീട്ടിൽ പാരായണം ചെയ്യുന്ന കിതാബാണിത്, സബീലിന്റെ ഏടാണിത്, ഇത് തെറ്റോ ശരിയോ പറയൂ നിങ്ങള്. അല്ലാത്ത മനസ്സിൽ തട്ട ചോദ്യമാത്, മനസ്സിൽ തറച്ച ചോദ്യമാത്, നിഷ്കളങ്കമായ ചോദ്യമല്ലേ അത്? അതെ, അതിനു മുമ്പിൽ മുസ്ലിയാർ ആകപ്പാട് എടങ്ങേറാകുന്ന മറ്റൊരു ദൃശ്യം കാണൂ നിങ്ങൾ. ഇത് തെറ്റാണോ ശരിയാണോ? ഞങ്ങളതാ പറയുന്നത്. അതിന് മറുപടി അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അദ്രസെ ബുക്ക് സെന്റർ തിരുവനന്തപുരം, സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലല്ല, സുന്നികളുടെ നിങ്ങൾ ഇടപെടരുത്. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നത് സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അതിലെന്തൊക്കെയാണ് അതിലവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. മറ്റൊരു അതിലെന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്തുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. ഇത് ശരിയാണോ തെറ്റാണോ, അതായത് കീറിക്കളയാൻ പാടില്ല, ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലിദുകളുണ്ടല്ലോ, ഇത് എന്റെ വളരെ വ്യക്തിപരമായ കാര്യം. അതെ, മുസ്ലിം ഐക്യവേദിയോടോ അല്ല, അതിന് മറുപടി രണ്ട് കൂട്ടത്തിലൊരു ഉത്തരം തന്നെ ഞങ്ങൾ പറയുന്നു. എന്റെ വെല്ലുമ്മ വായിച്ച സാധനം തെറ്റാണോ ശരിയാണോ ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു, വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. മനസ്സിലായോ? കാരണം ഞാൻ ഉദാഹരണം പറയാം. മക്കൂസ് അതിലുള്ള ഒരു മൗലിദാണ് ജായ മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലിദ് ഓതുന്നവരാണല്ലോ. അത് ശുർക്കും കുഫറുമാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല, വല്യമോദ്യ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്ന എണ്ണി പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. വാദപ്രതിവാദം ചെയ്യാം. ഇതിലുള്ള മൗലിദ് റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലിദുണ്ട്. അതിൽ ആരൊക്കെയാണ് കടത്തിക്കൂട്ടിയുള്ളതെന്ന് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. ഇതാണ് സ്ഥിതി. നേരിട്ട് ചോദ്യമാണ് ചെന്നപ്പോ മൂപ്പർ പറയണം, അത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഇത്രയും കാലം എന്തെങ്ങൾക്ക് പണി? ഇത്രയും കാലം ഈ മൗലിദിനും വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് പണി? അതെ, നേരിട്ട് മുഖാമുഖം ഇരുന്നപ്പോ നിങ്ങളുടെ അടവ് നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഒഴിഞ്ഞു മാറുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അലവി സഖാഫി ആവർത്തിക്കുന്നു, നിങ്ങൾക്കിനി ആ ഏർപ്പാട് നിർത്താം. മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട് അതിന് ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് നിർത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു.
പിന്നെ അടുത്ത ചോദ്യം വന്നു. ചോദ്യം എന്താ? അടുത്ത ചോദ്യം, അല്ല മുസ്ലിയാരെ തെറ്റാണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. തെറ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വെല്ലിമ്മ ചൊല്ലിന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഇയാൾ എന്ത് പറയണം? അത് കീറിയിടണോ? കീറിയിടണ്ടേ? കീറിയിടണ്ട, നല്ലത് തൊയിലുണ്ട്, അത് മാത്രം നിർത്തി ബാക്കി ഒഴിവാക്കാൻ പറ്റുമോ? പറയണ്ടേ? പറയില്ല. കാരണം രണ്ടു പറഞ്ഞാലും കുടുങ്ങും, അല്ലെങ്കിൽ തന്നെ കുടുങ്ങിക്കണ്, കുടുക്കിന്റെ മേലെ കുടുക്ക് ഒഴിവാക്കാനാവും. ഏതായിരുന്നാലും ആ നില കുടിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അടുത്തൊരു ചോദ്യം എന്തായിരുന്നു? അപ്പൊ ഉസ്താദെ മുമ്പ് ചൊല്ലിയ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇത് തെറ്റാന്ന് നിങ്ങൾ പറഞ്ഞേ. ആ തെറ്റായ സംഗതി അത് ചൊല്ലി മരിച്ചുപോയ ആൾക്കാരുടെ ഓലസ്ഥിതി എന്താ? ഇത് വായിച്ചു 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാണ് നിങ്ങൾ പറയുന്നത്. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. ഇത് മുസ്ലിം ഐക്യം വരുന്ന ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതിന് നിങ്ങൾ ഇപ്പൊ ഇതൊന്ന് ഒരു വരി ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് ഇല്ലേ? ഇതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അത് കുറ്റമുണ്ടോ? കുറ്റം. അത് അറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോലെ. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. ഇത് തെറ്റായിരുന്നില്ല. നിങ്ങൾക്കത് തെളിയിപ്പിക്കേണ്ട ബാധ്യതയുണ്ടോ? ഇത് തെറ്റാണെന്ന്. അപ്പൊ ഉസ്താദെ ഇതിന് തെറ്റിട്ട് നമ്മളെ വീട്ടിൽ അറിയുന്നില്ലല്ലോ. അതല്ല ഇല്ലേ? ഒരു മിനിറ്റ്. ഇത്രയും വർഷമായിട്ട്, ഒരു 10-90 വർഷമായി, ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അപ്പോ ഇതാണ് സ്ഥിതി. ഇത്രയും കാലമായിട്ട് മൂപ്പര് പറയും തെറ്റുണ്ട് വലതും തെറ്റുണ്ട്. അപ്പൊ ഇനി ഇത് പെരയും കൊണ്ട് ഇനി ഓതൂല ഉസ്താദെ. അത് അറിയാതെ ഓതിയാൽ കുഴപ്പമില്ല, അത് അറിഞ്ഞു ഓതിയാൽ തെറ്റാണ് അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം, അല്ലെന്ന് ഇത്രയും കാലമായിട്ട് നിങ്ങളൊന്നും വിജയസ്ഥിതി പറഞ്ഞു കൊടുക്കണ്ടേ? അതാണ് ചോദിച്ചു. നിങ്ങൾക്ക് എന്തേലും ഇവിടെ പണി? നിങ്ങൾക്ക് എന്തായിരുന്നു ഇവിടെ പണി? നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ബഹുമാനിച്ചിട്ട്, നിങ്ങൾ ആദരിച്ചിട്ട് ഈ സമൂഹം നിങ്ങൾക്ക് ഉപ്പും ചോറും തന്നു. അത് തിന്നിട്ടാണ് നിങ്ങൾ വളർന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഓതിപ്പടിച്ചത്. വ്യക്തിപരമായി ആക്ഷേപിക്കല്ല. അങ്ങനെ സമൂഹം നിങ്ങൾ സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ ഈ കോലത്തിലായത്. എങ്കിൽ നിങ്ങളെ പോറ്റി വളർത്തിയ ഈ സമൂഹത്തോട് ബാധ്യതയില്ലേ നിങ്ങൾക്ക്? ഈ സമൂഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പുണ്യമാണ്ടുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിൽ കള്ളക്കഥകളുണ്ട് സമൂഹമേ എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? നേരത്തെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ?
ബാധ്യത നിങ്ങൾക്കില്ലേ? അതേ, ഐക്യവേദിയിലെ പ്രവർത്തകന്റെ മനസ്സിൽ തട്ടിയ ചോദ്യം, ഉസ്താദെ ഇത്രയും കാലമായിട്ട് ഇതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് ചെയ്തു നിങ്ങള്? എന്ത് ചെയ്തു നിങ്ങള്? ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ ന്യായീകരിക്കാനും കള്ളക്കഥ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന, സമ്മതിക്കുന്ന സിദ്ദീഖ് മൗലവിനെ പോലും ന്യായീകരിക്കുവാനും, ജാല മുഹമ്മദ് മൗലവിൽ കള്ളക്കഥയുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന അതിനെ പോലും ന്യായീകരിക്കുവാൻ, ആ നിലക്ക് ദുർവ്യാഖ്യാനം ചെയ്യാനാണ് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല എന്ന്, അത് പോസിറ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ, മറിച്ച് സമൂഹത്തെ വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പണിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ്.